പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണ നേട്ടത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല കാര്യം തന്നെ. നല്ല കാര്യം. കിട്ടുന്നതുകൊണ്ട് തന്നെ മരുന്നൊക്കെ വാങ്ങുന്നുണ്ട്. UDF വരട്ടെ, ഒരു മാറ്റം വരണം അല്ലേ? ഫൈസൽ ബാബുവിനാണ് ചാൻസ് ഉള്ളത്. കാൻഡിഡേറ്റ് ആണ്, ചെറുപ്പക്കാരനാണ്. പിണറായി പറഞ്ഞെന്താ കൊല്ലം 100 ഉറുപ്പ് കേട്ടുന്ന പർപ്പിളായിട്ട് 2000 കൊടുക്കും. സന്തോഷാണോ? 2000 കിട്ടുമ്പോ ഒരു യൂറോപ്പ് പറയുന്നുണ്ട് 3000 കൊടുക്കും. ഒന്നും അറിയില്ല, രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സൂപ്പറാണ്. ഓക്കെയാണ്, പക്ഷെ ഭരണത്തിൽ നമ്മൾ സംതൃപ്തരല്ല. പിണറായി വിജയന്റെ 10 വർഷം ഭരണത്തിന് എന്താണ് ഗുഡ്? ഇവിടെ സൗത്ത് മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള LDF UDF? സൗത്ത് മണ്ഡലത്തിലാണ് ഉള്ളത്. ദേവർകോവിൽ ആൻഡ് ഫൈസൽ ബാബു, ലീഗിന്റെ ഫൈസൽ ബാബു ആയിട്ടാണ് മത്സരം. ഇവിടെ സർവേ എങ്ങനെ നോക്കാം. ഇതാണ് കുറ്റിച്ചിറ. അപ്പൊ ഞാനിപ്പോ കുറ്റിച്ചിറയിലാണ്. സൗത്ത് മണ്ഡലല്ലേ ഇത്? ഇവിടെ ദേവർകോവിലും ലീഗിന്റെ ആരാ വരുന്നത്? ഫൈസൽ ബാബു. എന്താണ് ഫൈസൽ ബാബുവിന് സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ദേവർകോവില? എന്താണ്? വരുത്തുകാരനാണ്. ജയസാധ്യത ഫൈസൽ ബാബുവിന് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ ജയസാധ്യത ആയിരിക്കാനുള്ളത്? ജയസാധ്യത ആയിരിക്കാനുള്ളത്? ഫൈസൽ ബാബുവിനാണ് ചാൻസ് ഉള്ളത്. കാൻഡിഡേറ്റ് ആണ്, ചെറുപ്പക്കാരനാണ്. ഇലക്ഷൻ സർവേക്ക് വേണ്ടി വന്നതാ. കോഴിക്കോട് സൗത്ത് മണ്ഡലം ദേവർകോവിൽ ആൻഡ് ഫൈസൽ ബാബു, ഇതിന്റെ ജയസാധ്യത ആയിരിക്കാനുള്ളത്? അത് ഇവിടെ ചോദിക്കുക, കാരണം രണ്ടും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ ഇന്ന കുറെ ആൾക്ക് പയച്ചുള്ളൂ. ഞാൻ ഇവിടുത്തെ വ്യാപാരി വ്യവസായത്തിന്റെ സെക്രട്ടറി ആണ്. അപ്പൊ ചിലപ്പോൾ അത് റിസൾട്ടിനെ ബാധിക്കുകയാണെങ്കിൽ രണ്ടാളും എനിക്ക് ശത്രുവാകും. എനിക്ക് രണ്ടും വേണ്ടപ്പെട്ട. ഇപ്പൊ തുടർച്ചയായിട്ട് 10 വർഷം LDF സർക്കാരിന്റെ ഭരണത്തിൽ പിണറായി വിജയൻ എന്ന ഒറ്റഗായൻ, അദ്ദേഹത്തിനെ പറ്റി എന്താ അഭിപ്രായം? പിണറായി ഓക്കെയാണ്, പക്ഷെ ഭരണത്തിൽ നമ്മൾ സംതൃപ്തരല്ല. ഫൈസൽ ബാബുവിനാ സാധ്യത. ഫൈസൽ ബാബു എന്ന വ്യക്തി ഇവിടെ ആൾക്കാർക്ക് സുപരിചിതനാണോ? അതെ അതെ, അദ്ദേഹം അത് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ജനപ്രിയനായി. അതുകൊണ്ട് ജനപ്രിയനെ തോൽപ്പിക്കാൻ കഴിയുമോ? പറയാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായത്തില് ഈ 10 വർഷത്തെ ഭരണ നേട്ടം കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ജനങ്ങൾക്ക്? ഒന്നും അഭിപ്രായമില്ല. പെൻഷൻ കൊടുത്തിട്ടുണ്ട്, ഇത്രയും കാലം പെൻഷൻ കൊടുത്ത്, അതിന് എന്താ അഭിപ്രായമുള്ളത്? നല്ല കാര്യമാണ്. ഇനി UDF ഭരണത്തിൽ വരാണെങ്കിൽ പെൻഷൻ കൊടുക്കോ? പറയാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? ഫൈസൽ ബാബു ഉണ്ട്, ദേവർകോവിലുണ്ട്. 5 വർഷം ദേവർകോവിലിലെ MLA. എങ്ങനെ ആയിരുന്നു പ്രവർത്തനങ്ങളൊക്കെ? മന്ത്രിയാകുമ്പോ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കേരളത്തിൽ മൊത്തം പ്രവർത്തിക്കേണ്ട ആളില്ല മന്ത്രിയാകുമ്പോ. ഇനി അടുത്ത 5 വർഷം കൂടി MLA സ്ഥാനത്തേക്ക് ഇരിക്കാൻ യോഗ്യത പറയാൻ പറ്റില്ല. അപ്പൊ പിണറായി വിജയൻ എന്ന ഒറ്റഗായൻ, അദ്ദേഹത്തിനെ പറ്റി എന്താ അഭിപ്രായമുള്ളത്? പിണറായിനെ പറ്റിയിട്ട് മുനീർ എന്ന അധികായനായിരുന്നു സൗത്ത് മണ്ഡലം അടക്കി വാങ്ങിയത്. എന്തുകൊണ്ടോ മുനീറിന് ഇവിടെ സീറ്റ് കൊടുത്തില്ല. അതിന് എന്താ അഭിപ്രായം പറയാനുണ്ടോ? പാർട്ടി തീരുമാനമാണ്. എല്ലാവരും വ്യക്തിപരമായിട്ട് ജനങ്ങൾക്ക് 10 വർഷത്തെ LDF ഭരണത്തില് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അത് ഞങ്ങൾ ചാനലിൽ നോക്കിയാൽ കാണാം. ചാനൽ നോക്കിയാൽ എന്റെ അഭിപ്രായം കിട്ടും. എനിക്ക് നിഷ്പക്ഷാണ്, എനിക്ക് പറയാൻ പറ്റില്ല. ഒരു പാർട്ടിക്കും എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. കാഴ്ചപ്പാട് നിങ്ങൾ TV കാണാം. ഞാൻ എന്റെ ചാനൽ ട്രാവൽ ചാനൽ 360. ജയിക്കാൻ സാധ്യതയുള്ള ആരാ? ദേവർകോവിൽ. ഫൈസൽ ബാബുവിന് ജയസാധ്യത എന്താ? നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സൗത്തിൽ ആരാണ്? LDF ആണോ UDF ആണോ? LDF ആണ്. എന്താ LDF ആണെന്നാണ് അവർ ഒറ്റ സ്ട്രോങ്? നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 വർഷം കിട്ടാണെങ്കിൽ ഇതിനെക്കാട്ട് അടിപൊളിയായിരിക്കും അല്ലേ? പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിനെ പറ്റിയിട്ട് എന്താണ്? കഴിഞ്ഞ MLA നല്ലൊരു കുടുംബം പോലുള്ള MLA. ഏതൊരു സാധാരണക്കാരന്റെ വീട്ടിലും എന്തുണ്ടെങ്കിലും പ്രാദേശികമായ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു ഇടപെടുന്ന ഒരു കുടുംബം പോലെയുള്ളൊരു ആളാണ്. അപ്പൊ ഇനിയും അദ്ദേഹം വരണം എന്നുള്ള ആഗ്രഹമാണ്. ഇതേത് സ്ഥലം? മാങ്കാവ് അല്ലേ? മാങ്കാവ്. ശരി, ഓക്കെ. ഒരു ഇലക്ഷന്റെ സർവേക്ക് വന്നതാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? LDF ആണോ UDF ആണോ? അതൊന്നും പറയല്ല. ചേച്ചിന്റെ അഭിപ്രായത്തിൽ ആരാ ജയിക്കാൻ സാധ്യത? അഭിപ്രായമില്ല. 10 വർഷം ഭരിച്ച പിണറായി വിജയനെ പറ്റി എന്താ അഭിപ്രായം? ഒന്നും പറയാനില്ല. അഭിപ്രായത്തില്
ഇവിടെ ജയിക്കാൻ സാധ്യത UDF ആണ് ജയിക്കാൻ സാധ്യത. ഇനിയിപ്പോ ഒരു 5 വർഷം UDF വരാണെങ്കിൽ എന്തിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങള്? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, കണക്കന്നെ. അപ്പൊ 10 വർഷം ഭരിച്ച പിണറായി വിജയനെ പറ്റി എന്താ നിങ്ങള്? എന്നിട്ട് പിന്നെ എന്താ പിണറായി മറ്റേ UDF ആ ജയിക്കുക? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ദേവർകോവിലല്ലേ ജയിച്ച്? അപ്പൊ ഓക്കെ. എല്ലാവരും ചോദ്യം ചോദിക്കട്ടെ. ഇലക്ഷൻ സർവാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ് സൗത്തില്? ദേവർകോവിലാ? നിങ്ങളെ അഭിപ്രായത്തിൽ ദേവർകോവിലനാ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? ദേവർകോവിലനാ? ദേവർകോവിലനാ? എന്റെ റബ്ബത്ത് എന്തത് നിങ്ങളെ അഭിപ്രായത്തില്? ബക്കറ്റോ? അതാരാ ബക്കറ്റ്? ദേവർക്കര ബക്കറ്റോ? ചിഹ്നം മാറിയോ? ഗ്ലാസ് ചേച്ചിയെ, ഞാനൊരു ഇലക്ഷൻ സർവേക്ക് വന്നാട്ടോ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? LDF UDF? നിങ്ങളെ അഭിപ്രായത്തില് LDF ആണ് UDF ആണോന്നും അറിയില്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ഇവിടെ 5 വർഷം ഭരിക്കാനുള്ള പാർട്ടി ആരാണ്? UDF. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ സൗത്തില്? UDF. ഒരു ഇലക്ഷന്റെ സർവേക്ക് വന്നാണ്. ഇവിടെ സൗത്തില് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? LDF ആണോ UDF ആണോ? അഭിപ്രായം ഇല്ല. 10 വർഷം ഭരിച്ച പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ലതാണ് ഇല്ലേ? പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ജയിക്കാൻ ഇപ്പൊ ഇനിയിപ്പോൾ 5 വർഷം ഭരിക്കാൻ ആഗ്രഹമുള്ള പാർട്ടി ഏതാണ്? UDF ആണോ LDF ആണോ? പറയില്ല. ഓക്കെ. ഞാനൊരു ഇലക്ഷന്റെ സർവേ കണ്ടോ. ഇവിടെ സൗത്ത് മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? LDF ആണോ UDF ആണോ? വോട്ടില്ലേ? ആരാ ജയിക്കാൻ? എന്നാലും ഒരു അഭിപ്രായം ഇല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി ഉണ്ടാവല്ലോ. വ്യക്തിപരമായിട്ടൊന്ന് പറഞ്ഞാൽ നിങ്ങള് 10 വർഷം ഭരിച്ച പിണറായി വിജയനെ പറ്റി എന്താ പറയാനുള്ളത്? നിങ്ങൾ വൈറലാവോ? നിങ്ങൾക്ക് ചാൻസ് ഇനി ചാൻസ് വേറെ ആക്കി കിട്ടൂല. ചേച്ചിയെ, ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നാ. ഇവിടെ സൗത്ത് മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? LDF ആണോ UDF ആണോ? UDF ആണ്. നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണ്? LDF ആണോ UDF ആണോ? UDF ആണ്. മോളെ അഭിപ്രായം UDF ആ? ചേച്ചിന്റെ അഭിപ്രായം UDF എന്നാ? അപ്പൊ 10 വർഷം ഭരിച്ച പിണറായി വിജയനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നിങ്ങളെ അഭിപ്രായത്തിൽ പിണറായി വിജയനെ പറ്റി എന്താ പറയാനുള്ളത്? മോശം പറയാനില്ല. ഒരു മാറ്റം വേണം. എന്ത് മാറ്റം വേണ്ടി? റോഡ് മോശമായ മാറ്റാണോ വേണ്ടി? അല്ല, ഇതുവരെ റോഡ് ഉഷാറാണ്. ഞാൻ 5 വർഷം വന്നാൽ റോഡ് മോശമാവാണെങ്കിലോ? കാരണം UDF ഭരിക്കാൻ നേരം കിട്ടൂല. അതൊരു പ്രശ്നമുണ്ട്. ഭരിക്കോ? മോളെ അഭിപ്രായത്തിൽ ആരാ? UDF. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? LDF? പിണറായി വിജയൻ കുറച്ചു കാലം ഭരിച്ചല്ലോ, 10 കൊല്ലോ. എന്താ അഭിപ്രായം? ഒന്നുമില്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യത ആരാ സ്ഥാനാർത്ഥി? LDF ആണോ UDF ആണോ? പറയാനില്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? അഭിപ്രായം ഇല്ല. ആരാണ്? ആരില്ല. ഇലക്ഷന്റെ സർവാണ്. ഇവിടെ സൗത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? LDF ആണോ UDF ആണോ? പിണറായി വിജയന്റെ ഭരണത്തിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? എന്താ? നല്ല അഭിപ്രായമാണ്. ഈ ഇവിടെ ജയിക്കാൻ സൗത്തിൽ മറ്റേ UDF ആണോ LDF ആണോ ജയിക്കാൻ സാധ്യത? അറിയില്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ ജയിക്കാൻ സാധ്യത? മാർക്സിസ്റ്റ് ജയിക്കാം. ഇത് പാളയം വാർഡല്ലേ? പാളയം വാർഡ്. ഇവിടെ ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ട് LDF ഉണ്ട് UDF ഉണ്ട് ഉള്ളത്. ഇപ്പൊ സാധ്യത കോൺഗ്രസിനാണ്. ഉറപ്പിക്കുക. നിങ്ങളെ അഭിപ്രായത്തില് BJPക്ക് എന്തെങ്കിലും സാധ്യത കാണും? BJP കുറച്ച് സീറ്റൊക്കെ പിടിക്കും. അത് എന്താ BJPന്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ എന്തായാലും BJP കാണും. മുഖ്യമന്ത്രി ആരായിരിക്കും? മുഖ്യമന്ത്രി VD സതീശനാണ്. ഫൈറ്റ് ഉണ്ടാവോ തമ്മിൽ? VD സതീശൻ ഇപ്പം എല്ലാ സ്ഥലത്തും. രമേശ് ചെന്നിത്തല ഉണ്ട്. അല്ല, VD സതീശനെ പറ്റി KC വേണുഗോപാലുണ്ട്. ആരായിരിക്കും മുഖ്യമന്ത്രി? അടി നടക്കൂലേ? നടക്കും. എന്തായാലും ഭരണം മാറും. സാധ്യത ആയിരിക്കും UDF LDF ഉള്ളത്. രണ്ടും ഈക്വൽ ടൈറ്റ് മത്സരം. പിണറായി വിജയന്റെ ഭരണത്തിന്റെ എന്താ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പെൻഷൻ ഇതൊക്കെ കൊടുക്കാൻ നമ്മൾ ആ പ്രായം ആയിട്ടില്ല. ഉത്തരം തരണമെങ്കിൽ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല? പെൻഷൻ കിട്ടാനായിട്ടില്ല. 1000 രൂപേന്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് പിണറായി വിജയന്റെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ജയിക്കാൻ സാധ്യത അടുത്ത വർഷം
5 വർഷം പിണറായി വിജയന്റെ ഭരണം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല ഭരണമായാൽ മതി. ആയാ മതി. ആര് ഭരിക്കുകയാണെങ്കിലും നരണം ഭരണമായാൽ മതി. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? UDF LDF? ഇത് പാളയം വാർഡല്ലേ? ആരാ ജനങ്ങൾ ആർക്കാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യും? പാളയം വാർഡല്ലത്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള LDF UDF? LDF അല്ലേ? ഇവിടത്തെ LDF UDF ആരാ സാധ്യതയുള്ള? LDF. ഈ 10 വർഷം പിണറായി വിജയന്റെ ഭരണത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാം. ഇല്ല. 10 വർഷത്തെ ഭരണ നേട്ടത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല കാര്യം തന്നെ. നല്ല കാര്യം. കിട്ടുന്നതുകൊണ്ട് തന്നെ മരുന്നൊക്കെ വാങ്ങുന്നുണ്ട്. ഇനി 5 വർഷം കൂടി പിണറായി ഭരിക്കുകയാണെങ്കിൽ ആഗ്രഹം. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? LDF ആണ്. പെൻഷൻ വാങ്ങാറുണ്ടോ? പെൻഷൻ കിട്ടുന്നത് ഇനി ഒരു 5 വർഷം കൂടി പെൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആര് വരണം? LDF ആണോ UDF വരണോ? ഇപ്പൊ UDF പറയുന്നു 3000 കൊടുക്കുന്ന അറിയില്ലേ? പിണറായി പറഞ്ഞെന്താ കൊല്ലം 100 ഉറുപ്പ് കയറ്റുന്ന പറഞ്ഞു. കയറ്റും. ആകത്ത് അത്ര 6 കൊല്ലത്തെ കൊടുത്തു. പിന്നില്ല. ആര്? പിന്നെ പിണറായി പിന്നെ 1600 ഉറുപ്പ്യ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴായിട്ട് 2000 കൊടുക്കുന്നു. പറയാൻ പറ്റൂല. പാർട്ടിക്കാരെ സ്വഭാവം ഒന്നും ഉറപ്പ് പറയാൻ പറ്റൂല. എന്നാലും നിങ്ങളെ അഭിപ്രായത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോ UDF. LDF ആണോ UDF ആണോ? LDF. അമ്മ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF. ഇവിടെ LDF. പിണറായി വിജയന്റെ 10 വർഷം ഭരണത്തിന് എന്താണ്? ഗുഡാണ് അല്ലേ? ഇത് വാർഡ് പാളയല്ലേ? ഇവിടെ ജയസാധ്യത ആരാ? UDF ആണോ LDF ആണോ BJP ആണോ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? LDF. നിങ്ങളെ ചേച്ചിയാ? UDF ആണ് അല്ലേ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാണ്? LDF ആണ് അല്ലേ? 10 വർഷം പിണറായി സർക്കാർ കേരളം ഭരിച്ച് എന്താണ് പിണറായി സർക്കാരിനെ പറ്റി പറയാനുള്ളത്? ഇനിയും തുടരണം. ഈ 5 വർഷം കൂടി. ചേച്ചിയുടെ അഭിപ്രായം എന്താ? എന്നാലും UDF ആരാണ് പറയണ്ടേ? ചേച്ചി പറഞ്ഞോളൂ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നാലും 10 കൊല്ലം പിണറായി വിജയന്റെ ചെയ്തിട്ടുണ്ട്. പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ UDF വരുന്നുണ്ട്. 5 വർഷം വരാണെങ്കിൽ പെൻഷൻ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടോ? പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇവിടെ ജയിക്കാൻ സാധ്യത LDF എന്നാണ്. ഇനിയിപ്പോൾ കേരളം 5 വർഷം കൂടി കിട്ടാൻ സാധ്യത ഉണ്ടോ LDFന്? ഇവിടെ ജയിക്കാൻ സാധ്യത LDF ആണോ UDF ആണോ? LDF എന്നാണ്. ഈ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സൂപ്പറാണ് അല്ലേ? അവിടെ ജയസാധ്യത ഈ സൗത്തിൽ ജയസാധ്യത ആർക്കാണുള്ളത്? എല്ലാവർക്കും ജയസാധ്യത. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ സൗത്തിൽ ജയിക്കാൻ അഭിപ്രായമില്ല? നിങ്ങളെ അഭിപ്രായത്തിൽ അഭിപ്രായമില്ല. 10 വർഷം പിണറായി വിജയന് കേരളം ഭരിച്ച എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. നിങ്ങളെ അഭിപ്രായത്തിൽ നല്ല അഭിപ്രായം. അഭിപ്രായമില്ല. ചാലപ്പുറം വാർഡാ? ആണ് ചാലപ്പുറം വാർഡ് അല്ലേ? ഇവിടെ ജയസാധ്യത ആയിരിക്കാ? UDF ആണോ LDF ആണോ? നമ്മളെ സംബന്ധിച്ച് വരുമ്പോ UDF ജയിച്ചു വരുന്നത് നമ്മൾ അതിന്റെ ആളുകളാണ്. UDFന്റെ ആൾക്കാരാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ UDF എന്നാണ്? 10 വർഷം പിണറായി സർക്കാരിന്റെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? 2 പിന്നെ വെള്ളത്തിലെ കയറ്റിന് മറ്റേ കറിയൊക്കെ കയറ്റി പോയില്ലേ? പിന്നെ പാട്ടിന് മെയിനായിട്ട് മുന്നീറ അവിടെ നിൽക്കേണ്ടത്. 5 കൊല്ലത്തിന് കൂടെ ദേവർകോവിലും മറ്റേ റിയാസും പറഞ്ഞ എത്തി അതിന്റെ എല്ലാം മുന്നീറോട് പാത്താക്കിയതാ. 89 ലക്ഷം റുപ്യ വീടക്കാർക്ക് 5 ലക്ഷം ഒക്കെ മുന്നീറ പാത്താക്കിയത്. ഇവര് പറഞ്ഞപ്പോ മുന്നീറ വെറുതെ പറയാ. ഇവിടെ സൗത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? ഫൈസൽ ബാബു. ഫൈസൽ ബാബു സൗത്ത് മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? ജയിക്കാൻ സാധ്യതയുള്ള ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. നിങ്ങളെ അഭിപ്രായത്തിൽ ഇലക്ഷന്റെ സർവാണ് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ജയിക്കാൻ സാധ്യതയുള്ളത്? എന്നാൽ നിങ്ങൾക്ക് അഭിപ്രായമുള്ള പറയുമല്ലോ. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി LDF ആണോ UDF ആണോ? UDF വരട്ടെ. ഒരു മാറ്റം വരുന്നു അല്ലേ? സൗത്ത് മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? LDF ആണോ UDF ആണോ? ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? LDF ആണോ UDF ആണോ? LDF. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ? LDF എന്നാണ്. വോട്ട് LDF. 10 വർഷം പിണറായി വിജയന്റെ ഭരണത്തിന്റെ എന്താ പറയാനുള്ളത്? എങ്ങനെ? നല്ല അഭിപ്രായം. ശരി. ഒരു ഇലക്ഷന്റെ സർവേ ആണ് കേട്ടോ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? LDF UDF?
അഭിപ്രായം ഇല്ല. ഇലക്ഷന്റെ സർവാണ്. ഇവിടെ സൗത്ത് മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള LDF UDF LDF നിങ്ങളെ അഭിപ്രായത്തിലാരാ? LDF തന്നെ. LDF മറ്റേ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ എന്തെങ്കിലും പറയണ്ടോ? അടിപൊളിയാ. ഞാൻ മുന്നേ ഒരു 20 വർഷം മുന്നേ അല്ല 10 വർഷം മുന്നേ ആണല്ലോ. അപ്പൊ എന്റെ അച്ഛമ്മന്റെ കൂടെ ഉള്ള ഒരു ചെറിയ പ്രായമായിരുന്നു ആ ടൈമില്. അപ്പൊ ഈ പെൻഷനൊക്കെ വാങ്ങിച്ച ഓർമ്മയുണ്ട്. മാസത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലാണ് ഞങ്ങൾ പോവല് ഉമ്മൻചാണ്ടി ഭരണ സമയത്ത്. പക്ഷെ പിണറായി വന്നതിന് ശേഷമാണ് കറക്റ്റ് മാസം വീടുകളിൽ എത്തും പെൻഷൻ കിട്ടുന്നതൊക്കെ. അപ്പൊ എന്തൊക്കെയായാലും പിണറായി സർക്കാർ തന്നെ വരണം എന്നാണ്. ഇനിയും വരണമെന്ന്. UDF വന്നു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടൂല. അതല്ല, പ്രതിപക്ഷം അത്ര അങ്ങോട്ട് പോരാന്ന് UDF ആണ് തോന്നുന്നത്. 10 വർഷം പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടം എന്തെങ്കിലും ഉണ്ടോ? പ്രയാസാണ്. അതെന്താ കാരണം പ്രയാസം? പെൻഷനൊക്കെ കൊടുത്തില്ലേ? പിന്നെന്താ UDF വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ? അഹമ്മദ് ദേവർകോവില് നിങ്ങളെ UDF. ചേച്ചിയെ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? നിങ്ങളെ പോലുള്ള ആൾക്കാർ നമുക്ക് കിട്ടേണ്ടി നിഷ്പക്ഷ ആയിട്ടുള്ളത്. 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ച ഇതില് എന്താണ് നേട്ടങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് പറയുള്ളത്? UDF നിങ്ങളെ അഭിപ്രായത്തില് UDF LDF? അന്ത രണ്ട് പാർട്ടിയായി പോയത് 2 ബൂത്തിലുള്ളത്. സൗത്ത് മണ്ഡലത്തില് ജയസാധ്യത LDF-നോ UDF-നോ നിങ്ങളെ അഭിപ്രായത്തില്? ഇല്ലാത്ത. എന്നാലും ഒരു നിഷ്പക്ഷമായിട്ട് നിങ്ങൾക്ക് അറിയല്ലോ എവിടെ ആണ് എങ്ങോട്ടാണ് ഭരണത്തിന്റെ ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അറിയല്ലോ. പെൻഷൻ കൊടുക്കുന്നുണ്ടോ? റോഡ് നന്നായിക്കണോ? അതിനൊന്നും നമ്മൾ കുഴപ്പമില്ല. മറ്റൊരിപ്പോ 2 പ്രാവശ്യം ഭരിക്കണേ. അതെ അതെ, മാറിക്കോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ചില ആൾക്കാർക്ക് ഉണ്ട്. കാഴ്ചപ്പാടില്ലേ നിങ്ങളെ ആഗ്രഹത്തിൽ എന്താണ്? ആര് ജയിച്ചാലും നമുക്ക് പരമായി തന്നെ. എന്നാലും ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ആരാണ്? LDF ആണ് UDF ആണ് ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളത്? UDF. നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടോ ജയിക്കാനുള്ള? പറയാൻ പറ്റില്ല. ഇവിടെ സൗത്ത് മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാന്ന് പറയാൻ പറ്റുമോ? ആരാ വികസനപ്പെടുന്നത്? ഇതുവരെ ഭരിച്ച 10 വർഷം ജയിക്കട്ടെ അല്ലേ? അപ്പൊ പിണറായി വിജയന്റെ എന്താ പറയാനുള്ളത്? എല്ലാരും ഭരിക്കട്ടെ. ഞാൻ ഒരു ഇലക്ഷന്റെ സർവാണ്. ഇവിടെ സൗത്ത് ആരാ ജയിക്കാൻ സാധ്യതയുള്ള? ദേവർകോവില് ജയിച്ചേ. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? പിണറായി വിജയന്റെ ഭരണത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇനി 10 കൊല്ലം ഭരിക്കണം എന്നുള്ള അഭിപ്രായം തന്നെ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അഹമ്മദ് ദേവർകോവിലാണ്. കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം എന്താ ചാൻസ്? മൂപ്പരിക്കാൻ ഞങ്ങളെ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതാണല്ലോ പറയാൻ പറ്റും. നിങ്ങൾക്ക് പറയാനുള്ള ചോദിക്കുന്നത്. നിങ്ങളെ അഭിപ്രായം പറയല്ലോ. പറഞ്ഞോടുക്ക്. സാധ്യത ഓക്കെ, അത് മതി. അതാണ് കിട്ടേണ്ടത്. നിങ്ങളെ നിഗമനം നമുക്ക് വേണ്ടി എന്ത് സർവേ UDF നിങ്ങളെ അഭിപ്രായത്തില്? എന്നാലും ഉണ്ടാവല്ലോ പിണറായി വിജയന് 10 വർഷം കേരളം ഭരിച്ച് നിങ്ങളെ അഭിപ്രായത്തില് 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല അയാളെ പറ്റി, ഒന്നും പറയില്ല. കാരണം അത്രയും നന്മകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നിങ്ങളെ അഭിപ്രായത്തിൽ എന്താ പറയാണ്ട് പിണറായി വിജയനെ പറ്റിയിട്ട്? ഇല്ല.